നമസ്കാരം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സെക്ടറാണ് റിന്യൂവബിൾ എനർജി സെക്ടർ. റിന്യൂവബിൾ എനർജി സെക്ടറിലെ പല സ്റ്റോക്കുകളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ACME സോളാർ 1.14%, അദാനി ഗ്രീൻ എനർജി 1.26%, ബോറോസിൽ റിന്യൂവബിൾ എനർജി 1.6% ഉയർന്നു. അയണോക്സ് വിൻഡ് 4%, ഇൻസുലേഷൻ എനർജി 4.10% ഉയർന്നപ്പോൾ ഒലട്ര ഗ്രീൻ ടെക് 4%, ടാറ്റ പവർ 2%-ഓളവും ഉയർന്നു. ഇന്ന് റിന്യൂവബിൾ എനർജി സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് ഇറാഡയാണ്. ഇറാഡ 5.47% ഉയർന്ന് 146 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. ആദ്യം തന്നെ ഇറാഡ എന്ന സ്റ്റോക്കിൽ വന്ന റാലിക്ക് പിന്നിലെ പ്രധാന കാരണം മനസ്സിലാക്കാം. ഇപ്രാവശ്യത്തെ Q3 റിസൾട്ടിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നുള്ള സൂചന നൽകിക്കൊണ്ട് കമ്പനി പുറത്തുവിട്ട Q3 ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ആയിരുന്നു ഇന്ന് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. Q3 ബിസിനസ് അപ്ഡേറ്റിൽ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് 17,236 കോടിയിൽ നിന്നും 24,903 കോടിയിലേക്ക് എത്തുകയും ലോൺ സാങ്ഷൻ 31,087 കോടിയിൽ നിന്നും 40,100 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തിരുന്നു. കൂടാതെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് കമ്പനിയുടെ കഴിഞ്ഞ ക്വാർട്ടറിലെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കിയാൽ അത് മികച്ചതായിരുന്നു. കഴിഞ്ഞ ക്വാർട്ടറിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 41%, റവന്യൂ 26% ഉയർന്നിരുന്നു. 388 കോടിയിൽ നിന്നും 549 കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നപ്പോൾ റവന്യൂ 2,057 കോടിയിലേക്ക് മെച്ചപ്പെട്ടു. അതിനേക്കാളും മികച്ച രീതിയിലുള്ള അല്ലെങ്കിൽ അതേ രീതിയിലുള്ള ഒരു ക്വാർട്ടർലി റിസൾട്ടായിരിക്കും ഈ Q3 സെഷനിലും കമ്പനി പുറത്തുവിടുക എന്നുള്ള സൂചനയാണ് Q3 ബിസിനസ് അപ്ഡേറ്റിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. കൂടാതെ കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റിയും തുടർച്ചയായി ഇംപ്രൂവ് ആകുന്നുണ്ട്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ അസറ്റ് ക്വാളിറ്റിയിൽ ഗ്രോസ് NPA 4.13% നിന്നും 3.97%, നെറ്റ് NPA 2.06% നിന്നും 1.97% മെച്ചപ്പെട്ടിരുന്നു. കൂടാതെ ഇറാഡ എന്ന കമ്പനിയിൽ പല അനലിസ്റ്റുകളും ബൈ എന്ന റേറ്റിംഗും നൽകുന്നുണ്ട്. ലോങ് ടൈം പെർഫോമൻസ് നോക്കിയാലും മികച്ചതാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 133% റിട്ടേൺ നൽകിയ സ്റ്റോക്ക് 6 മാസം കൊണ്ട് 37% റിട്ടേണാണ് നൽകിയത്. ഇറാഡ എന്ന കമ്പനി റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ എയ്ഡ് നൽകുന്ന ഒരു NBFC കമ്പനിയാണ്. നവരത്ന സ്റ്റാറ്റസ് ഉള്ള കമ്പനി 1987 ഇൻകോർപ്പറേറ്റ് ആയത്. Q3 ബിസിനസ് അപ്ഡേറ്റ് കൂടാതെ മറ്റു ചില പോസിറ്റീവ് ന്യൂസുകളും ഇറാഡ എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നതിന് പിന്നിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത്, കമ്പനി റീജിയണൽ റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്, എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ള റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകൾ. രണ്ടാമത്തേത്, കമ്പനി പമ്പ് സ്റ്റോറേജ് കേപ്പബിലിറ്റീസും സോളാർ എനർജി ജനറേഷനും കൂടി കമ്പൈൻ ചെയ്ത് സോളാർ പമ്പ് സ്റ്റോറേജ് ടെക്നോളജി എന്ന പേരിൽ പുതിയൊരു സ്കീം കൊണ്ടുവരികയും ഈ സ്കീമിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ എയ്ഡ് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതും ഇറാഡ എന്ന സ്റ്റോക്കിൽ റാലിക്ക് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ ഫെബ്രുവരി മാസത്തിൽ ബഡ്ജറ്റ് വരികയാണ്. ബഡ്ജറ്റിൽ റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ എയ്ഡും പ്രത്യേകിച്ചും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ എയ്ഡ് ഉയരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇറാഡ എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. കൂടാതെ സ്മാൾ ഹൈഡ്രോ പ്രോജക്റ്റുകൾക്കുള്ള ഫിനാൻഷ്യൽ എയ്ഡ് അല്ലെങ്കിൽ ലോൺ 40,000 കോടിയാക്കി കമ്പനി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഉയർന്ന ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റും ഉയരുന്നത് കമ്പനിയുടെ ഗ്രോത്തിന് പിന്നിലെ മറ്റൊരു പ്രധാന ട്രിഗറായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. 40,000 കോടി രൂപയുടെ ലോൺ നൽകുന്നതോടുകൂടി കറണ്ട് അലോക്കേഷനേക്കാളും ഏകദേശം 3 times ഉയർന്ന അലോക്കേഷനായിരിക്കും സ്മാൾ ഹൈഡ്രോ പ്രോജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ലോൺ അലോക്കേഷനിൽ കമ്പനി നൽകുന്നത്. ഇതുവഴി കമ്പനിയുടെ റവന്യൂ ജനറേഷനും അതുപോലെ തന്നെ കമ്പനിയുടെ ഗ്രോത്തും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഈ ഫാക്റ്റുകളുടെ ഇമ്പാക്റ്റാണ് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ടെക്നിക്കലി നോക്കുകയാണെങ്കിലും സ്റ്റോക്ക് അട്രാക്റ്റീവ് ലെവലിലാണ്. 147 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 130 സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഏറെക്കുറെ ഉറപ്പിക്കാവുന്നതാണ്. ഇവിടെ നിന്നും 160, 175 തുടങ്ങിയ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 135 സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുമുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്